എന്നോടെ ഓർമ്മയിൽ രാജകുമാരൻ നീ, സ്നേഹത്തിൻ പല്ലവിയും നീ. സഞ്ചരിച്ചിടുന്ന അരുളിക്കയാകാം ഞാൻ, ഈശോയ്ക്കായി ലോകം ചുറ്റാം ഞാൻ. ജർമ്മനിയിലെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു 5-6 കൊല്ലം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അച്ഛൻ, ഞാനിവിടെ ഒരു 30 കൊല്ലമായി ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഈ സ്ഥലത്തുള്ള ആളുകൾക്കൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ ഈ തണുപ്പും ഈ കാലാവസ്ഥ എല്ലാം കൂടി എനിക്ക് ഇത്തിരി മടുപ്പായി. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനെ പറ്റി ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിസ്റ്ററോട് ഇങ്ങനെ പറയാൻ തോന്നി. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈശോയ്ക്ക് വരാൻ മറ്റൊരു വഴിയുമില്ലെന്ന് ഈശോ നേരത്തെ കണ്ടു. ഈശോ എന്ത് ചെയ്തു? എല്ലാ ദിവസവും കുർബാന കൈക്കൊള്ളുന്ന ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്ന ഒരു സിസ്റ്ററെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ സിസ്റ്ററിൻ്റെ ഹൃദയത്തിലിരുന്ന് ഈശോയ്ക്ക് ആ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റും. ഹല്ലേലൂയ. സിസ്റ്റർ, അങ്ങനെയാണ് ഞാൻ പോണില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും സിസ്റ്റർ ജർമ്മനിയിലുണ്ട്. അപ്പം നമ്മൾ പള്ളി വരുന്നതും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതും നമുക്കൊരു പൂജയല്ല, ദിവ്യപൂജ എന്ന് പറയുമെങ്കിലും ഒരു മറ്റ് മതസ്ഥരുടെ പോലെ ഒരു പൂജയിലല്ലല്ലോ നമ്മൾ പങ്കെടുക്കുന്നത്. ഒരു വ്യക്തിയുമായുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ആത്മീയത. ഹല്ലേലൂയ.